കത്തോലിക്ക സഭ മെയ് മാസം പരിശുദ്ധ കന്യാമറിയത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മാസമാണ്. ഈ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ നാം ധ്യാനിക്കണം. ഒരു കുട്ടിയെ അമ്മയേക്കാൾ നന്നായി ആർക്കറിയാം എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം ഓർമ്മയിൽ വെക്കണം. വിനയത്തിൻ്റെ പ്രതീകമായ മറിയം എല്ലാ സ്ത്രീകൾക്കും ഒരു ഉത്തമ മാതൃക തന്നെയാണ്. വിശ്വസ്തയോടെ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ചവളാണ് മാതാവെന്നും എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അവൾ യാത്ര ചെയ്തതും മകനെ രക്ഷിക്കാൻ വലിയ ത്യാഗങ്ങൾ സഹിച്ച് പലായനം ചെയ്തവളാണെന്നുമെല്ലാം ഫ്രാൻസിസ് പാപ്പ 2014 അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ നടന്ന ഒരു പ്രാദേശിക യുവജന ദിനത്തിനായി തടിച്ചുകൂടിയ 20,000-ലധികം യുവജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച ആരെയും അവൾ കൈവിട്ടിട്ടില്ല. ദൈവിക പദ്ധതികളോട് സജീവമായി സഹകരിച്ച തിരുക്കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കാനും നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.